ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ കുറച്ച് കലാപരിപാടികളിലാണ്. അതായത് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയാണുള്ളത് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ള കേക്കാണ്. കൂടെ എനിക്ക് എൻഗേജ്മെൻറ്റിന് പോവും വേണം കേട്ടോ. അപ്പോൾ ഞാനും അപ്പും കൂടിയാണ് പോകുന്നത്. അതിന് മുന്നേ വേഗം ഞാൻ കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കേക്കിൻ്റെ മേക്കപ്പും കൂടെ ഞാൻ നോക്കുന്നുണ്ട്. 2 ടയർ കേക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തലേന്നേ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോയിലൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് വരുന്ന റോസ് ഫ്ലവറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കോസ്റ്റ്യൂമിൻ്റെ ഷെയ്ഡും ഏകദേശം ബ്ലൂ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലൊക്കെയാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഡിസൈനൊന്നും അവൾ പറഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റാക്കിയെന്നാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവളുടെ കല്യാണം വരാറായിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ വ്ളോഗ് ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താ അറിഞ്ഞൂടാ, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ എനിക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ അടിച്ചൊരു പരിപാടിയാണ് ഈ കേക്കൊന്നും മുകളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുവിധം ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ. ഇനിതാ ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് സിമ്പിളായിട്ട് ഹംബിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് റോസ് ഫ്ലവർ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ജിപ്സം ഫ്ലവറും ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ജിപ്സം ഫ്ലവർ എപ്പോഴും ഞാൻ അതുപോലെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുക്കാറ്, അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ. ഈ പ്രാവശ്യം ഞാനൊന്ന് കളർ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയിട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ജിപ്സം ഫ്ലവറും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു ടോപ്പറും കൂടെ ഒക്കെ വെച്ച് കൊടുക്കാനുള്ളൂ കേട്ടോ. പിന്നെ വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു കേക്ക് ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് അന്ന് അവിടെ വന്ന ഗസ്റ്റുകളൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞതൊക്കെ കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പം മനസ്സൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കേക്കിൻ്റെ കളറൊക്കെ ആയി കൈയൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. ഇനി ആ കൈയും വെച്ച് വേണം എനിക്ക് എൻഗേജ്മെൻറ്റിന് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ എന്താണെന്ന് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു. കമൻറ്റ് ബോക്സൊക്കെ എപ്പോഴും കാലിയായിട്ടാണ് കാണാറ്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു തരുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ കൂടെയും കേക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ എനിക്ക് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കണം. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് പിടിക്കാനായിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സേഫായിട്ട് തന്നെ അപ്പോൾ ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ കേക്കൊക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ മുടി ഞാൻ ഓപ്പൺ ആക്കി ഇടുക എന്നിട്ടാണ് കരുതിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ക്രാബൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുടി ഇങ്ങനെ പാറി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ മുടി ഇതാ കെട്ട് കുടുങ്ങി എൻ്റെ അമ്മോ ആ പരുവത്തിലാവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കേക്ക് കൊണ്ട് എൻഗേജ്മെൻറ്റ് ഗേളിനെ കണ്ടു. ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഗേൾ വന്നിട്ട് ശിവപ്രിയ എന്നാണ് കേട്ടോ പേര്. പിന്നെ അവളൊക്കെ കണ്ടു, ഞങ്ങളതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടോ. കാരണം കേക്കിൻ്റെയും റെഡി ആവുന്നതിൻ്റെയൊക്കെ തിരക്കിൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഇതുപോലൊരു റെസ്റ്റോറൻറ്റ്, ഒരു കഫേ പോലൊരു ടൈപ്പ്, അവിടെ പോയി നമ്മൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും രാവിലെ ആയിരുന്നു കേട്ടോ. അവർ ഓപ്പൺ ആക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു അവിൽ മിൽക്ക് ആദ്യം പറഞ്ഞു കേട്ടോ. പിന്നെ ഇതൊരു ഫലാഫിലും പരിപ്പ് വടേൻ്റെ ഒരു കോമ്പിനേഷനാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചായയും പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. വെറും വയറ്റിൽ നല്ല തണുത്ത അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് മിൽക്കിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എൻ്റെ വിശപ്പ് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പൂനും കൊടുക്കണമല്ലോ എന്ന് കരുതി കുറച്ച് അപ്പൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഇതും അടിപൊളിയായിരുന്നു എന്ന് വേണം പറയാൻ. ആകെ 20 റുപ്പീസോ അങ്ങനെ എന്തോ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. ആ ഒരു സ്നാക്സിന് വന്നിട്ട് നല്ല ചൂടോടെ അവരുണ്ടാക്കി തന്നതാണ്. എന്തായാലും അത് അടിപൊളിയായിരുന്നു. അവർ പുതിയതായിട്ട് ട്രൈ ചെയ്തൊരു ഐറ്റമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് അൻഷ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡും ബേബിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഹസ്ബൻഡ്സിനോടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് സംസാരിച്ച് തള്ളി മറിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വൈറൽ ഫേസ് പാക്ക് അവൾ ട്രൈ ചെയ്തിട്ട് ആകെ പാളീസായി പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരികയാണ് കേട്ടോ.
ആകെ കോമഡി. എൻഗേജ്മെന്റ് ഗേൾ ഇതാ പുറത്തൊക്കെ ഇറങ്ങി, പയ്യനൊക്കെ വന്നു. ഒടുക്കത്തെ തിരക്കായിരുന്നു, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു, കാരണം ആരും ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിലിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റേജിലോട്ടൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാമെന്ന് കരുതി, എന്നിട്ട് അവളെ കാണാമല്ലോ. അങ്ങനെ ഇതാ വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ. വെജ് ബിരിയാണി, ചിക്കൻ കടായി ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ അവസ്ഥ എന്തായി നോക്കാനായിരുന്നു കേട്ടോ. അവൾ കേക്ക് കട്ട് ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേ കേക്കിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൻഷയുടെ ഹസ്ബൻഡും ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് കഴിക്കുന്നത്. അങ്ങനെ അവർ കഴിച്ചപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി, അവർ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അഖിലേട്ടനൊക്കെ നല്ല റിവ്യൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ചെറുതായിട്ട് പൊങ്ങിപ്പോയി, പിന്നെ നോർമലി ആയിട്ടോ. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലും ചടങ്ങൊക്കെ ആയി. നമ്മൾ പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് അവൾ അവളുടെ വീട്ടിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തായിരുന്നു അവളുടെ വീട് വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാനും ഒപ്പം കൂടെ ഒന്ന്, വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം അവളുടെ വീട്ടിലൂടെ കയറി. അവിടെ അമ്മയും ചേച്ചി അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് മിക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വയറ്റിലാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ അപ്പോൾ കാണാറ്. പലരും പല ഏരിയ ആയത് കാരണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനും ഒപ്പം കൂടെ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുട്ടി വ്ളോഗ് വന്നിട്ട് ഇഷ്ടമായില്ലേ പറയുക. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.